by the way, what's your name, sir? So my name is Sumir. I was a train HR from the licenses side. Yeah. Okay. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ആണ്. ഇതിപ്പോൾ ക്യാറ്റ്സ് എന്ന് പറഞ്ഞ പുതിയ കമ്പനിയാണ്. ഞങ്ങൾ ഫ്ലൈറ്റ് കാറ്ററിംഗ് ആണ് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പം ആദ്യമായിട്ടാണ് ഞങ്ങൾ റെയിൽവേയുടെ കേരളത്തിൽ. അപ്പം ദാറ്റ്സ് വൈ നിങ്ങൾക്ക് ആ ചേഞ്ച് കാണാൻ പറ്റും. പാക്കിംഗ് മെറ്റീരിയൽസും നമ്മുടെ യൂസ് ചെയ്യുന്ന ക്വാളിറ്റി എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അത് എല്ലാവരും പാസഞ്ചർ പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. You should have a daily monitoring of the services. You are responsible for that. Speak with all passengers. Then I'll mingle it all. I'll connect a section also. So we will make this as a compliment to your services. Thank you. നല്ല സർവീസ് കസ്റ്റമർ സർവീസ് ഒക്കെ നല്ലതായിരുന്നു. കല്യാണി, ദിസ് ഇസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ വന്ദേ ഭാരത് ആൻഡ് ഐ ഷുഡ് സേ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര ക്ലീൻ ആൻഡ് ഹൈജീനിക്. ഇത്രയും നാൾ നോർമലി ബാക്കി ട്രെയിനിൽ ട്രാവൽ ചെയ്ത് വന്നിട്ട് ആദ്യമായിട്ട് വന്ദേ ഭാരതിൽ വന്നപ്പോൾ ആ ഒരു ചേഞ്ച് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കുഡോസ് ടു ദ സെൻട്രൽ ഗവൺമെൻറ് ഫോർ സച്ച് എ ഗ്രേറ്റ് ഇനീഷ്യേറ്റീവ്. ആൻഡ് നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു ലഡു കിട്ടി, അത് നല്ലതായിരുന്നു. ആൻഡ് എൻ്റെ കോ പാസഞ്ചർ പറയുന്നുണ്ടായിരുന്നു ഫുഡ് സർവീസസ് ഒക്കെ നല്ലതായിരുന്നു എന്ന്. സോ അതിനും വി ആർ ഹോപ്പിംഗ് ഫോർ ദ more better things to come up and do keep it up. Thank you so much. എൻ്റെ തുടക്ക സമയത്ത് ട്രാവൽ ചെയ്തിരുന്നു. അന്ന് എല്ലാ സർവീസും കാര്യങ്ങളും നല്ലായിരുന്നു. ട്രെയിൻ നല്ല ഹൈലി മെയിൻറ്റെയിൻഡ് ആയിരുന്നു. ഫുഡ് അന്ന് അവരുടെ ഹോസ്പിറ്റാലിറ്റി അത്ര ഇമ്പ്രസീവ് ആയിരുന്നില്ല. അത് വലിയ പബ്ലിക് പ്രൊട്ടസ്റ്റൊക്കെ വരികയും ഞാൻ ഉൾപ്പെടെ ഇതിലൊക്കെ എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഇന്ന് വന്നപ്പോഴത്തേക്ക് നമുക്ക് വളരെ പെട്ടെന്നായിരുന്നു. ഞാൻ പിന്നൊരു ഗ്യാപ്പിന് ശേഷം ഇന്ന് യാത്ര ചെയ്തത്. വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇതിൽ കിട്ടി. ഫുഡിൻ്റെ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ആദ്യം തൊട്ട് തന്നെ എൻ്റെ ശ്രദ്ധ വന്നു, എന്തോ ഒരു മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോഴേ അറിഞ്ഞത് ഇന്ന് തൊട്ടാണ് ഈ ഫുഡ് ഇവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതിനകത്തൊരു കോംപ്ലിമെൻ്ററി ആയിട്ട് എല്ലാവർക്കും ഒരു ലഡു കൊടുത്തു. അത് നല്ല കാര്യം, അത് നല്ലതായി. അപ്പം ഇതിനകത്ത് ഇന്ന് തന്നെ നോട്ട് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് വന്നിരിക്കുന്ന ഫുഡിനകത്ത് നാളത്തെ ഡേറ്റ് ആയിട്ടിരിക്കുന്നത് 16/6 എന്നാണ് മറ്റേ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 15/6 എനിക്ക് ഓർമ്മയുണ്ടെന്ന് വെച്ചാൽ ഒരു കല്യാണത്തിന്. അപ്പോൾ ഞാൻ അവരുടെ ചോദിച്ചും പറഞ്ഞു ഇങ്ങനെ സ്റ്റിക്കർ മാറിപ്പോയാണ്, അതുപോലും ഒഴിവാക്കണം. ഇറ്റ്സ് ഗുഡ് എന്ന് വെച്ചാൽ നമ്മൾ വന്ദേ ഭാരത് പോലുള്ള ഒരു അപ്ഗ്രേഡ് ട്രെയിന് അതിൻ്റെ ഒരു ഹൈജീനിറ്റും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യണം. നിങ്ങളെപ്പോലുള്ള സർവീസ് വളരെ പ്രധാനമാണ്. അതിപ്പോൾ ഇവരുടെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ അത് ഞങ്ങൾ റെയിൽവേയുടെ ഇതിനകത്താണ്. ഓക്കെ, അത് നല്ലതാണ്. എന്നാലും കാര്യമായിട്ട് മാറ്റം വന്നിരിക്കുന്നത് ഇത്രയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് താഴോട്ട് പോകരുത്. പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രൈം വണ്ടിയായിട്ട് സെൻട്രൽ ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യുന്നൊരു സാധനമാണ്. ആൻഡ് ടൂറിസ്റ്റുകളൊക്കെ വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള ഒരുപാട് മാറ്റമുണ്ട്. കൺഗ്രാജുലേഷൻസ് ടു ഓൾ യുവർ ടീം. താങ്ക്സ്. നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ ആലോചിച്ചുകൊണ്ട് ഞാൻ കുവൈത്ത് വരുന്നതാണ്. കൊച്ചി എയർപോർട്ടിൽ നിന്ന് അവിടെ നിന്ന് വന്ന ഫ്ലൈറ്റിലൊക്കെ കിട്ടുന്ന പോലെ, ഫ്ലൈറ്റിൽ വെച്ചാൽ നമ്മളെ ഇവിടുത്തെ ഫ്ലൈറ്റ് അല്ല, കുവൈത്ത് എയർവേസ് അങ്ങനെ നല്ല ഫ്ലൈറ്റുള്ളൂ. രുചികരമായ ഫുഡ്, അതുപോലെ നല്ല പാക്കിങ്, ഇതുപോലെ കണ്ടിന്യൂ ചെയ്യണമെന്ന് ഒരു അഭ്യർത്ഥന. First and foremost, you were polite, very polite and very positive. So that's the first thing. Our mind positive ആകുമ്പോൾ തന്നെ കഴിക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് കൂടുന്നതാണ് പറയുന്നത്. So that was really great. And my co-passenger said that the food was really nice. So ഈ ഒരു എന്താ പറയുക സ്റ്റാൻഡേർഡ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഓവറോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും വളരെ നല്ല നമ്മളെന്താ പറയുക ട്രെയിനൊക്കെ നല്ല ക്ലീൻ ആൻഡ് ഹൈജീനിക് ആയിട്ടാണ് ഇരിക്കുന്നത്. സർവീസ് വാസ് ഓൾസോ വെരി നൈസ്. दरवाजे दाएं तरफ खुलेंगे. കല്യാണമൊക്കെ എപ്പോഴേ കഴിഞ്ഞു.